Good morning. We will continue our spoken English class. Today we will learn about would you mind, if you don't mind, and how much is. First one, would you mind, then if you don't mind, and thereafter we will study how much is. How we will use these three, would you mind, if you don't mind, and how much is, and what are the meaning. First one, would you mind. Would you mind and if you don't mind, we will use as polite requests. In sentences of polite requests, we will use would you mind and if you don't mind. സാധാരണ നിലയിൽ വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ഒരു വെർബ് പ്ലസ് ING ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മളെന്തെങ്കിലും ഭക്ഷണ വസ്തുക്കളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആ ING ഫോം അവിടെ ഉപയോഗിക്കേണ്ടതുമില്ല. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. അല്പം അങ്ങ് മാറി നിൽക്കുന്നതിൽ വിരോധമുണ്ടോ, ലേശം മാറി നിൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് എന്തുപയോഗിക്കുന്നത്, വുഡ് യു മൈൻഡ്. ഒരു പൊളൈറ്റ് റിക്വസ്റ്റായിട്ട് അല്ലെങ്കിൽ സാധാരണ നിലയിൽ കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുന്നതിന് പകരമാണ് ഇത് ഉപയോഗിക്കുന്നത്, വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. അല്പം ഒന്ന് മാറി നിൽക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നത്. Would you mind speaking a bit lower? Would you mind speaking a bit lower? അല്പം പതുക്കെ സംസാരിക്കുന്നതിന് വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ക്ലിയറിങ് എ ഡൗട്ട് ഓഫ് മൈൻഡ്. എൻ്റെ ഒരു സംശയം പരിഹരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഈ രൂപത്തിലൊരു പൊളൈറ്റ് റിക്വസ്റ്റ് എന്ന നിലക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വുഡ് യു മൈൻഡ് എന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ വെർബിൻ്റെ കൂടെ ഒരു ING ഫോം കൂടി ചേർത്തിരിക്കുന്നു. വുഡ് യു മൈൻഡ് ക്ലിയറിങ് എ ഡൗട്ട് ഓഫ് മൈൻഡ്. വെർബിൻ്റെ ING ഫോം, ക്ലിയറിൻ്റെ ING ഫോമായ ക്ലിയറിങ് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഫുഡ് ഐറ്റങ്ങൾ നമ്മളൊരാളോട് ചോദിക്കുകയാണ്, അവിടെ ഒരു ING ഫോമിൻ്റെ ആവശ്യമില്ല. Would you mind some coffee? ഫുഡ് ഐറ്റം ഇതിൽ വന്നിട്ടുണ്ട്, വുഡ് യു മൈൻഡ് സം കോഫി. ഇത് മറ്റൊരാളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്ത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണോ? അല്ല, വുഡ് യു മൈൻഡ് സം കോഫി, അല്പം കോഫി കുടിക്കുന്നതിൽ വിരോധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Would you mind a tea? ഒരു ചായ കുടിക്കാം അല്ലേ? അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, വുഡ് യു മൈൻഡ് സം മോർ, അല്പം കൂടി ഇടട്ടെ. അപ്പോൾ പൊളൈറ്റ് റിക്വസ്റ്റാണ് വാസ്തവത്തിൽ വുഡ് യു മൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് ഇഫ് യു ഡോണ്ട് മൈൻഡ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് പഠിക്കാം. എന്താണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്? വിരോധമില്ലെങ്കിൽ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ.
വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഷോ മീ. പ്ലീസ് ഷോ മീ അല്ലെങ്കിൽ പ്ലീസ് ടെൽ മീ. വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് കാണിക്കൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടെൽ മീ. വിരോധമില്ലെങ്കിൽ എന്നോടൊന്ന് പറയൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് മൂവ് എ ലിറ്റിൽ ബിറ്റ്. വിരോധമില്ലെങ്കിൽ അല്പം മാറി നിൽക്കൂ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഉപയോഗിച്ച് സെൻറ്റൻസുകൾ പറയാവുന്നതാണ്. അടുത്തതായിട്ട് ഹൗ മച്ച് ഈസ്. ഹൗ മച്ച് ഈസ്. ഹൗ മച്ച്. ഹൗ മച്ച് ഇത് ചോദിക്കാറുള്ളത് നമ്മളെപ്പോഴും ഒരു സംഗതിയുടെ വില അറിയുന്നതിന്, അതല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് ഒക്കെ എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? ഹൗ മച്ച് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഹൗ മച്ച് ഈസ് ദി ബസ് ഫെയർ. എത്രയാണ് ബസ് ഫെയർ, ബസ് ചാർജ് എത്രയാണ് അല്ലേ. ദി ബസ് ഫെയർ. ബസ് ഫെയർ എത്രയാണ്? ഹൗ മച്ച് ഈസ് ദി റെൻറ്റ്. വാടക എത്രയാണ്? ഹൗ മച്ച് ഈസ് ദി റെൻറ്റ്. ഹൗ മച്ച് ഈസ് ദി EMI. ഹൗ മച്ച് ഈസ് ദി ഇൻസ്റ്റാൾമെൻറ്റ്. ഹൗ മച്ച് ഈസ് ദി മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഓരോ സംഗതിയുടെ വില അറിയണമെങ്കിൽ ഇപ്പോൾ അരിയുടെ വില എന്താണ്? ഹൗ മച്ച് ഈസ് ദി റൈസ്. എന്താണ് അരിയുടെ വില എങ്ങനെ ചോദിക്കുക? ഹൗ മച്ച് ഈസ് ദി റൈസ് എന്ന് ചോദിച്ചാൽ മതി. ഹൗ മച്ച് ഈസ് ദി റബ്ബർ. ഹൗ മച്ച് ഈസ് പെപ്പർ ടുഡേ. ഇന്ന് കുരുമുളകിൻ്റെ വില എന്താണ്? ഹൗ മച്ച് ഈസ് പെപ്പർ ടുഡേ. ഹൗ മച്ച് ഈസ് ഗോൾഡ് ടുഡേ. ഹൗ മച്ച് ഈസ് ഫോർ എ ന്യൂ ബൈക്ക്. ഒരു പുതിയ ബൈക്കിൻ്റെ വില എത്രയാണ്? ഹൗ മച്ച് ഈസ് യുവർ മന്ത്ലി ഇൻകം. നിങ്ങളുടെ മാസ വരുമാനം എത്രയാണ്? അതുപോലെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഹൗ മച്ച് ഈസ് ദി കൺസൾട്ടേഷൻ ഫീ. ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും ഹൗ മച്ച് ഈസ് ദി കൺസൾട്ടിംഗ് ഫീ. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ പ്ലീസ് ടെൽ മീ ഹൗ മച്ച് ഈസ് ദി ഫീസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വുഡ് യു മൈൻഡ്, ഇഫ് ഡോണ്ട് മൈൻഡ് ആൻഡ് ഹൗ മച്ച് ഈസ്. We will continue our spoken English class in the coming sessions. Thank you very much.